ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LGS മാത്സിൻ്റെ രണ്ടാമത്തെ PYQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 147/2024, അതായത് കേരള ബാങ്ക് OAക്ക് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം LGS എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ബുദ്ധിമുട്ട് വരുന്നത് ആ 20 മാർക്കിലുള്ള മാത്സിലായിരിക്കും അല്ലേ. ബാക്കി 80 GKയും 20 മാർക്കാണ് നമ്മുടെ മാത്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ 20 മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് PYQs മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഒരു 18+ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2/1/4 3/1/2 മടങ്ങ് എത്ര? നമ്മളോട് ചോദിക്കുവാണ് 10ന്റെ 2 മടങ്ങ് എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണത്? 10 × 2 ചെയ്താൽ മതി. സെയിം തന്നെയാണ് ഇവിടെയും വേണ്ടത്. 2/1/4 3/1/2 മടങ്ങ് എത്ര? രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്നത് എന്താണ്? ഇതൊരു മിശ്ര ഭിന്നമാണ് അല്ലെ. മിശ്ര ഭിന്നത്തെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു വിഷമ ഭിന്നമാക്കി മാറ്റണം. അതെന്താണ് ചെയ്യേണ്ടത്? 2/1/4 നമുക്ക് എന്താക്കി മാറ്റണം? വിഷമ ഭിന്നമാക്കി മാറ്റാനായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 4 പ്ലസ് ഇത് ചെയ്യണം. ഉണ്ടോ? ഇതാണ് സംഭവം. പ്ലസ് 1 ചെയ്യുക, ഡിവൈഡ് ബൈ എന്താണോ ഡിനോമിനേറ്റർ, ഛേദം എന്താണോ അത് അങ്ങനെ തന്നെ എടുത്തെഴുതുക. 2 × 4 8, 8 + 1 9, 9/4 എന്ന് വന്നു. സോ നമുക്ക് ഈ 2/1/4 നമുക്ക് എന്താക്കി റീപ്ലേസ് ചെയ്യാം? 9/4 ആക്കി എഴുതാം. ഇൻറ്റു 3/1/2. 3/1/2 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 + 1 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താണ് ഡിനോമിനേറ്ററിൽ 2. 3 × 2 6, 6 + 1 7/2. ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇത് നോക്കിക്കേ, 2/1/4, 2 × 4 8, 8 + 1 9, 9/4. ഓക്കെ, അപ്പൊ 3/1/2 നമുക്ക് എന്താക്കി എഴുതാം? 7/2 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × 7 എന്ന് പറയുന്നത് 63 ആണ്. ഡിവൈഡഡ് ബൈ 4 × 2 8 ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാകും ഡിനോമിനേറ്ററിൽ 8 ആണ്. സോ ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ എന്നറിയാം. ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇതിനെ തിരിച്ചൊന്ന് ഈ ഫോർമാറ്റിലോട്ട് ആക്കി നോക്കിക്കേ. 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. 48 + 1 എന്ന് പറയുന്നത് 49/8 ആണ്. അപ്പൊ ഇതല്ല ആൻസർ. ഇവിടെ നോക്കാം, 8 × 7, 8 × 56 ആണ്. 56ഉം 7ഉം കൂടി കൂട്ടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 63 ആണ്. 63/8 എന്ന് കിട്ടി. ഇതാണല്ലോ ആൻസർ, 7/8. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിനെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചെഴുതണം. അതായത് 63/8നെ 63നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 × 7 56. ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ 7 കിട്ടും. ഇതെങ്ങനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് എഴുതാം? മിശ്ര ഭിന്നത്തിലോട്ട് എഴുതാൻ എന്താണോ നമ്മുടെ ആൻസർ കിട്ടുന്നത് അത് ആദ്യം എടുത്തെഴുതുക. എന്താണോ നമ്മുടെ നമ്മുടെ റിമൈൻഡർ ശിഷ്ടം എന്താണോ അത് മുകളിൽ എഴുതുക. എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അതിനെടുത്ത് താഴെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. √2നും √3നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ √2 എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, 1/4 ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. √3 എന്ന് പറഞ്ഞാൽ 1.73 ആണ്. 1.41ഉം 1.73. അപ്പൊ ഇതിന്റെ ഇടക്കുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 0.5 ആണെന്നറിയാം. ഇനി നോക്കിക്കേ, 1/3 എന്ന് പറയുമ്പോഴും എന്താണ്? നമുക്കിവിടെ 1 പോയിന്റ് സംതിങ് വേണം അല്ലെ. 1 പോയിന്റ് കിട്ടണം. ഇവിടെ 1/3 എന്ന് പറയുന്നത്, അതായത് അംശം എന്ന് പറയുന്നത് ചെറുതാണ് ഛേദത്തേക്കാൾ. ഛേദം എന്ന് പറയുന്നത് ഇവിടെ വലുതല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അത് എപ്പോഴും ഒരു പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ വരേണ്ടത്. അപ്പൊ ഇത് രണ്ടും അല്ലാന്ന് നമുക്കറിയാം. ഇനി കിട്ടേണ്ടത് 3/2 ആണോ 5/2 ആണോ എന്ന് നോക്കാം. 3/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3ന്റെ പകുതി എന്ന് പറയുന്നത് 1.5 ആണ്. 1.5 വരും. 5/2 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് വരേണ്ടത്? 2, 2.5 അല്ലെ. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 2.5 എന്ന് വരും. നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ ഇടക്കായിരിക്കണം. സോ ആൻസർ ഏതാണ്? 1.5 ആണ്. 2.5 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 1.73 കഴിഞ്ഞുള്ള ഒരു നമ്പർ ആണ് വരേണ്ടത്. നമുക്ക് വേണ്ടത് 1.5 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 0.0000123 ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 0.1 ആയാൽ എക്സിന്റെ വില എന്താ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 0.0000123 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 0.1 ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇങ്ങോട്ടേക്കും കൊണ്ടുവരാം. 0.0000123 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ ടു എക്സ് എന്ന് വരും.
ഓക്കെ, ഇവിടെ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ട നിങ്ങളൊരു കാര്യം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണുള്ളത്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 2 3 4 5 6 എണ്ണം ഉണ്ട്. ഈ ഒരു ഡിജിറ്റ് മാറ്റാനായിട്ട് നമ്മൾ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ താഴത്തെ എന്തായിട്ട് മാറും? 0.0002123 ഇവിടെ നമുക്ക് എന്താ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 0 കൂടി വരും നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് 1 2 3 4 5 6 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 0.00123 എന്നായിട്ട് വരും. എന്താ ഡിവൈഡ് ബൈ 1 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഉണ്ടോ? 0.00123 ഉണ്ടോ? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 2 + 4 + 6 + എക്സെട്ര + 180 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്നത് ഇരട്ട സംഖ്യകളാണ് അല്ലെ തന്നിരിക്കുന്നത് 2 4 6 8 ഇരട്ട സംഖ്യകളുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, n × n + 1. എണ്ണൽ സംഖ്യയാണെങ്കിലോ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതെന്താണ്? n × n + 1 / 2 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ഇരട്ട സംഖ്യയാണ്, ഇനി ഒറ്റ സംഖ്യ ആണെങ്കിൽ n² ആണ്. ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് n² ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തറിയണം? n എന്താണെന്ന് അറിയണം അല്ലെ. ഇവിടെ നമ്മൾ 2ൽ തുടങ്ങിയാണ്, അതായത് 2ലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇപ്പം നമ്മൾ 4ലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. 2ൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് നോക്കിക്കേ, 2 4 6 8 10 ഇങ്ങനെയല്ലേ പോകുന്നത്. ഇത് ഒന്നാമത്തത്, ഇത് 2, ഇത് 3, ഇത് 4ാമത്തെ നമ്പർ, ഇത് 5ാമത്തെ നമ്പർ. ഈ 10 എന്ന് പറയുന്നത് 5ാമത്തെ നമ്പർ, അതായത് 10ന്റെ പകുതിയാണ് അല്ലെ. 8 എന്ന് പറയുന്നത് 4ാമത്തെ നമ്പറാണ്, അതായത് 8ന്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ എഴുതിയിട്ട് നമ്മൾ 100 എഴുതി കഴിഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 50ാമത്തെ പദമായിരിക്കും. 50 ഇങ്ങനെ എഴുതി പോകുമ്പോൾ 50ാമത്തെ സംഖ്യയായിട്ടാണ് നമ്മൾ 100 എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 150 എത്രയായിരിക്കും? ഇതിന് 2 കൊണ്ട് കട്ട് ചെയ്താൽ മതി, 90 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും? തുക എന്ന് പറയുന്നത് 90 × 91 ആയിരിക്കും. കണ്ടാ, n × n + 1 അല്ലേ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 81 81 90 എന്ന് കിട്ടും. 81 90 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 500ന്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് 504ന്റെ വർഗം? 504ന്റെ വർഗം എന്ന് പറയുന്നത് ഇതാണ് പറയുന്നത്, 504ന്റെ വർഗം. നമ്മളോട് ചോദിക്കുവാണ് 10നേക്കാൾ എത്ര കൂടുതലാണ് 15 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 10നേക്കാൾ എത്ര കൂടുതൽ? നമുക്കറിയാം 5 ആണ് അല്ലേ. അതായത് ഈ 15ൽ നിന്ന് നമ്മൾ 10 കുറച്ചാൽ മതി. അതേപോലെ തന്നെ പറയുവാണ് 500ന്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് 504ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 504ന്റെ വർഗത്തിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? ഈ പറയുന്ന 500ന്റെ വർഗം നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. ഇവിടെ നമ്മളിത് വർഗം കണ്ടുപിടിച്ച് കുറയ്ക്കാൻ ഒന്നും നിൽക്കണ്ട. ഇവിടെ നമുക്കൊരു ഐഡന്റിറ്റി നമുക്കറിയാം, a² - b² എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം? a + b × a - b ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം a + b × a - b എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം ഇവിടെ എന്ത് വരും? 504 + 500. ഇവിടെ എന്ത് ചെയ്യണം? a + b എഴുതി ഇൻറ്റു ഇവിടെ എന്ത് വരണം? a - b, അതായത് 504 - 500 എന്ന് വരും. 504 + 500 എന്ന് പറയുന്നത് 1004 വരും ഇൻറ്റു 504ൽ നിന്ന് 500 കുറയ്ക്കുമ്പോൾ 4 വരും. 4 16 അല്ലെ, 4016 വരും. 1 × 4 4 അല്ലേ. സോ ഓപ്ഷൻ ഡി 4016 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഉയരമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശരാശരി കിട്ടുന്നത്. ഇവിടെ നമുക്കിവിടെ എന്താ? നമുക്ക് ആദ്യം തുക കണ്ടുപിടിക്കാം. തുക കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി നമുക്ക് തുക കിട്ടാനായിട്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10 കുട്ടികളുടെ ശരാശരി 125 ആണെങ്കിൽ അവിടുത്തെ തുക എന്ന് പറയുന്നത് 1250 ആയിട്ട് മാറി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കുട്ടി ഒഴിവാക്കിയപ്പോൾ എണ്ണം കുറഞ്ഞല്ലോ. എണ്ണം എത്രയായി? 9 ആയി. ശരാശരി എത്രയായി? 123 ആയി. അതായത് ഞാൻ പറയുകയാണ്, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ടോട്ടൽ നമുക്കറിയാം 1250 ആണ്. ഓക്കെ, 10 കുട്ടികളുണ്ട്, 125 വീതം. ഒരാൾ കുറഞ്ഞു, അപ്പോൾ ഇവിടെ എത്രയായി? 9 കുട്ടികളായി, 123 ആയി. അപ്പൊ അതിന്റെ തുക എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി?
മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 9 × 3 27 1107 എന്ന് കിട്ടും. 1107. ഓക്കെ, 10 കുട്ടികളുണ്ടായിരുന്നപ്പോൾ ഇതാണ്. ഒരാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ടോട്ടൽ എന്ന് പറഞ്ഞ് ഇതായി. അപ്പൊ എന്ത് ചെയ്യണം? ഇവരുടെ തുക വ്യത്യാസമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഒഴിവാക്കിയ കുട്ടിയുടെ ഉയരം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആകെ ഉള്ളതിൽ നിന്ന് ഒഴിവായ കുട്ടിയുടെ ഉയരം അങ്ങ് കുറച്ച് അല്ലെ, ഈ ടോട്ടലിൽ നിന്ന് കുറച്ചാൽ മതി, നമുക്ക് ഒഴിവായ കുട്ടിയുടെ കിട്ടും. അതായത് ഇവിടെ 143 എന്ന് കിട്ടും. അതായത് ആ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കിയ കുട്ടിയുടെ ഉയരം എന്ന് പറയുന്നത് 143 ആണ്. ഇപ്പൊ ടോട്ടൽ എത്രയായിട്ട് നിൽക്കുവാണ്? 1107 ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രണ്ട് സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത് HCF ആണ്. ലസാഗു എന്ന് പറയുന്നത് LCM ആണ്. തന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഒരു സംഖ്യ 1250 ആയാൽ അടുത്ത സംഖ്യ എത്ര? ഇവിടെ നമ്മൾ LCM ആൻഡ് HCF എന്ന് പറയുന്ന ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് LCM × HCF. രണ്ട് സംഖ്യകളുടെ LCM ഉം HCF ഉം തമ്മിൽ ഗുണിക്കുന്നതും ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും എന്തായിരിക്കും? എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ HCF എന്ന് പറയുന്നത് 250 ആണല്ലോ, ഇൻറ്റു LCM എന്ന് പറയുന്നത് 3750 ആണ്. ഒരു സംഖ്യ എന്ന് പറയുന്നത് 1250 ആണെങ്കിൽ മറ്റേ സംഖ്യ എത്രയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നേരെ ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 250 × 3750 ഡിവൈഡഡ് ബൈ 100 അല്ലെ, 1250 എന്ന് പറയും. ഇവിടെ നമുക്കറിയാം ഈ പൂജ്യവും കൂടി അങ്ങ് കട്ട് ചെയ്തോ. ഇവിടെ 125 250 എത്ര തവണ? 2 തവണ. 2 × 375 എന്ന് പറയുന്നത് 750 ആണ്. സോ നമ്മുടെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 750 ആണ്. അപ്പൊ ഇവിടെ പഠിച്ചു വെക്കേണ്ട ഐഡന്റിറ്റി ഇതാണ്. രണ്ട് സംഖ്യകളുടെ LCM ഉം HCF ഉം തമ്മിൽ ഗുണിക്കുന്നതും ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും എന്തായിരിക്കും? എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പു, രാമു, രാജു എന്നിവർ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം യഥാക്രമം ആരൊക്കെയാണ്? അപ്പു ഉണ്ട്, രാമു ഉണ്ട്, രാജു ഉണ്ട്. യഥാക്രമം 2:3:5 എന്ന അംശബന്ധത്തിലാണ്. രാമുവിന് കിട്ടിയ തുക 75,000 ആണ് എങ്കിൽ രാജുവിന് എത്ര രൂപ കിട്ടുമെന്ന? അതായത് ഇത്രയേ ഉള്ളൂ പറയുന്നത്. 3 ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന 75,000 രൂപയാണ് എങ്കിൽ ഇതിന്റെ 5 ഭാഗം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3 ഭാഗം 75 ആണെങ്കിൽ നമുക്കറിയാം ഒരു ഭാഗം എന്ന് പറയുന്നത് 75,000-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25,000 ആണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരു ഭാഗം 25 ആണെങ്കിൽ 5 ഭാഗം എന്ന് പറയുന്നത് 5 × 25 ആണല്ലോ, അതായത് 125 വരും. സോ ഇവിടുത്തെ ആൻസർ എത്ര വരും? 1,25,000 രൂപയാണ് ആർക്ക് ലാഭമായിട്ട് കിട്ടിയത്? രാജുവിന്. അങ്ങനെയാണെങ്കിൽ അപ്പുവിന് എത്രയായിരിക്കും ലാഭമായിട്ട് കിട്ടിയത്? 2 ഭാഗമല്ലേ, അപ്പൊ 2 × 25,000 ചെയ്താൽ മതി. 50,000 രൂപയാണ് ആർക്ക് ലാഭമായിട്ട് കിട്ടിയത്? അപ്പുവിന് ലാഭമായിട്ട് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രാജൻ 3,250 രൂപയ്ക്ക് ഒരു കസേര വാങ്ങി. 3,500 രൂപ അടയാളപ്പെടുത്തിയതിന് ശേഷം 5% ഡിസ്കൗണ്ടിൽ വിറ്റു. അയാൾക്ക് കിട്ടിയത് ലാഭമോ നഷ്ടമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 3,250 രൂപ ഒക്കെ വാങ്ങിച്ച സാധനത്തിന് അയാൾ എന്ത് ചെയ്തു? 3,500 എന്ന് അയാൾ ലേബൽ ചെയ്തു. ഓക്കെ, ലേബൽ ചെയ്തു. ഇനി അയാൾ 5% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്നാണ് 5% കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3,500 രൂപയുടെ 5% എത്രയെന്ന് കണ്ടുപിടിക്കാം. ഇത് കട്ടായി പോകും. 35 × 5 എന്ന് പറയുന്നത് 175 രൂപയാണ്. അതായത് 175 രൂപയാണ് അയാൾ എന്ത് ചെയ്തത്? കുറച്ച് കൊടുത്തത്. ഓക്കെ, അപ്പൊ അയാൾ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 3,500 രൂപയുടെ സാധനത്തിന് അയാൾ 175 രൂപ കുറച്ച് 3,325 രൂപക്ക് അയാൾ എന്ത് ചെയ്തു? വിറ്റ വില, അയാളുടെ വിറ്റ വില. ഇതാണ് അയാൾ വാങ്ങിയ വില. വാങ്ങിയത് 3,250, വിറ്റത് 3,325. സ്വാഭാവികമായിട്ടും അയാൾക്ക് അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ലാഭം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തു. അയാൾക്ക് ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്, ഉറപ്പിച്ചല്ലോ. ഇനി നമുക്കറിയേണ്ടത് അതിന്റെ ശതമാനമാണ് അറിയേണ്ടത്. അതായത് ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലാഭം എത്രയാണോ, ലാഭം ഡിവൈഡഡ് ബൈ എന്തിൽ നിന്നാണ് നമ്മൾ ലാഭം നോക്കേണ്ടത്? വാങ്ങിയ വില വെച്ചിട്ടാണ് ലാഭം നോക്കേണ്ടത്. വാങ്ങിയ വില × 100 ചെയ്താൽ മതി. അതായത് 3,325 രൂപയ്ക്ക് അയാൾ വിറ്റു, 3,250 രൂപയ്ക്ക് അയാൾ വാങ്ങി. സോ ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത് 75 രൂപയാണ് അയാൾക്ക് ലാഭമായിട്ട് വന്നത്. അപ്പൊ ലാഭം അറിയാം 75. വാങ്ങിയ വില എന്ന് പറയുന്നത് 3,325 ആണ്. × 100 ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക്
ഇവിടെ നമുക്ക് 25 കൊണ്ട് കട്ടി 3250 അല്ലേ? ഓക്കെ, 3250. ഇനി ഇവിടെ എന്താ ചെയ്യാൻ, നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 തവണ വരും, ഇവിടെ 13 തവണ വരും. ഓക്കെ, അതായത് ഇവിടെ ആൻസർ എങ്ങനെ വരും? ഇനി ഇവിടെ 0 0 കൂടി കട്ട് ചെയ്ത് പോവേ, 30/13 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? 30/13. ഇവിടെ നോക്കിക്കേ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ലാഭമാണെന്ന് അറിയാം. /13 വന്നൊരെണ്ണമുണ്ട്. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ചെയ്ത് നോക്കാം. 13 × 2 നമ്മൾ തിരിച്ചു നോക്കിക്കേ, 13 × 2 എന്ന് പറയുന്നത് 26 ആണ്. 26 + 4 എന്ന് പറയുന്നത് 30. 30/13. സോ ഇത് സെയിം ആണല്ലോ. അപ്പൊ എത്രയാണ് അയാളുടെ ലാഭം? 2 4/13% അയാൾക്ക് എന്ത് വരുന്നത്? അവിടെ ലാഭം വന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത മണിക്കൂറിൽ 12 കിലോമീറ്റർ ആണ്. എ ബി എന്നീ 2 പോയിന്റുകൾക്കിടയിൽ ബോട്ടിന് മുകളിലേക്ക് പോകാൻ 6 മണിക്കൂറും താഴേക്ക് 4 മണിക്കൂർ സമയമെടുത്തു. നദിയിലെ ഒഴുക്കിന്റെ വേഗത എത്ര? ഇവിടെ നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീം, നമ്മൾ ടൈം ആൻഡ് സ്പീഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ഒരു സബ് സെക്ഷൻ ഉണ്ട് പഠിക്കാനായിട്ട്. അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണിത്. നോർമലി നമ്മൾ LGS ലെവലിൽ ഈ ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം കയറി ചോദിക്കാറില്ല. പക്ഷെ എന്താണ്, ഇതിൽ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടി പഠിച്ചു വെക്കണം. അതിന്റെ മാർക്ക് നമുക്ക് മിസ്സാകരുത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, എയും ബിയും, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ്. മുകളിലേക്കും പോകണം, താഴേക്കും പോകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോട്ടിന്റെ വേഗത എന്ന് പറയുന്നത് 12 km/h ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? മുകളിലോട്ട് പോകാൻ 6 മണിക്കൂർ എടുത്തു, താഴേക്ക് വരാനായിട്ട് 4 മണിക്കൂർ എടുത്തു. നമുക്കറിയാം നദി എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും ഒഴുകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ താഴത്ത് നിന്ന് മുകളിലോട്ട് ബോട്ട് നീങ്ങുവാണെങ്കിൽ, മുകളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചെറിയൊരു ചരിവ്, അത്രയുള്ള ഉദ്ദേശിച്ചാണ്, നേരെ കുത്തനെ നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്, ബോട്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ നമുക്കറിയാം 12 കിലോമീറ്റർ ആണ്. ഇവിടുത്തെ സ്പീഡ് എന്തായാലും ഇതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 12 മൈനസ് ഈ സ്ട്രീം, അതായത് നദിയുടെ സ്പീഡ് കുറച്ചാൽ മതി. അതായിരിക്കും അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്തെങ്കിലും? അതായത് ഒരു സാധനത്തിന് നമ്മൾ ഒഴുക്കിനെതിരെ നമ്മൾ തള്ളുമ്പോൾ അതിന്റെ അവിടെ ഒരു കറക്റ്റുള്ള സ്പീഡ് ആയിരിക്കില്ല അവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആയിരിക്കും. ഓക്കെ, അതായത് ഞാൻ പറയുവാണ്, നദിയുടെ ഒഴുക്കെന്ന് പറയുന്നത് ഇപ്പൊ y ആണെന്ന് വിചാരിക്കുക. ബോട്ടിന്റെ ഒഴുക്കെന്ന് പറയുന്നത് x ആണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകാനുള്ളതിന്റെ വേഗത എന്ന് പറയുന്നത് x - y ആയിരിക്കും. മനസ്സിലായോ? താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നദിയുടെ ഒഴുക്ക് അവിടെ കുറയും. ഇനി മുകളിൽ നിന്ന് താഴേക്ക് പോരുവാണ് അല്ലെ, അതായത് ഒഴുക്ക് അതിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യും. അതായത് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ അതിന്റെ നദിയുടെ അതിന്റെ ആവറേജ് വേഗത എന്ന് പറയുന്നത് x + y ആയിരിക്കും. A മുതൽ B വരെ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുവാണ് ഈ ബോട്ട്, അതായത് 12 - y ആണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്റ്റൻസ് ആണ്, ദൂരമാണ് അല്ലെ? എ മുതൽ ബി വരെ താഴത്തുനിന്ന് മുകളിലോട്ട് പോയാലും മുകളിൽ നിന്ന് താഴേക്ക് പോയാലും എ മുതൽ ബി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് സെയിം ആണ്. സോ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 6 മണിക്കൂറാണ് താഴത്ത് നിന്ന് മുകളിലേക്ക് പോകാൻ എടുക്കുന്നത്. തിരിച്ചാണെങ്കിലോ 12 + y × 4. ഇത് സ്പീഡാണ് അല്ലെ? മുകളിൽ നിന്ന് താഴേക്ക് പോകാനുള്ള സ്പീഡ് ഇതാണ്, അതിന്റെ ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. 12 - y × 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 × 6 എന്ന് പറയുന്നത് 72 ആണ്. 72 - 6y എന്ന് പറയുന്നത് 12 × 4 48 ആണ്. 48 + 4y എന്ന് വരും. 72 - 48 എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് വരും? ഇതിങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആകില്ലേ? 72 - 48 എന്ന് പറയുന്നത് 4y + 6y എന്നാകും. 72 നിന്ന് 48 കുറക്കുമ്പോൾ 24 വരും. അതെന്ന് പറയുന്നത് 10y ആണ്. സോ ആൻസർ എന്താണ് വരേണ്ടത്? 24/10, അതായത് 2.4 ആണ് നദിയുടെ ഒഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 2.4 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സമാന ബന്ധം കണ്ടെത്തുക. വൃത്തസ്തംഭം πr² ആണെങ്കിൽ 1/3 πr² എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, വൃത്തസ്തംഭത്തിന്റെ πr² എന്ന് പറയുന്നത് എന്താണ്? ഈ πr² എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഏരിയ ആണ് അല്ലെ?
ഇതാണ് സംഭവം. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് പാദവിസ്തീർണം ഇൻറ്റു ഉയരമാണ്. അപ്പൊ ഇതെന്തായിരിക്കും? എന്തിന്റെയോ വോളിയമാണ്. എന്തിന്റെയാണ്? ഈ 1/3 വരുന്നതിനെ നിങ്ങൾ ഓർത്തിരിക്കുക, അതെപ്പോഴും സ്തൂപികയായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? πr² എന്ന് വന്നിരിക്കുന്നത് എന്തായിരിക്കും? വൃത്തമാണ് അല്ലെ. πr² വന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തമാണ്. h എന്ന് പറയുന്നത് അത് ഉയരമാണ്. 1/3 എന്ന് കണ്ടാൽ അതറിയണം എന്താണ്? സ്തൂപികയാണെന്ന്. സോ അത് എന്തായിരിക്കും? വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ്. സമചതുര സ്തംഭമാണെങ്കിലോ, സമചതുര സ്തംഭം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? സമചതുരത്തിന്റെ പാദവിസ്തീർണം a² ആണ്, a² h വരും. സമചതുര സ്തൂപികയാണെങ്കിൽ എന്ത് വരും? സ്തൂപിക എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ 1/3 ഇട്ട് കൊടുക്കുക, 1/3 a² h ആയിരിക്കും. ഇനി ഗോളമാണെങ്കിൽ അത് പഠിച്ചു വെക്കുക, 4/3 πr³ ആണ് ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 28, 65, 126 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 28 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നം അതെന്താണ്? 3ന്റെ ക്യൂബായ 27നോട് 1 കൂട്ടിയതാണ്. 65 എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയണം 4ന്റെ ക്യൂബ് 64 അതിനോട് 1 കൂട്ടിയതാണ്. 125 എന്ന് പറയുമ്പോൾ 5ന്റെ ക്യൂബിനോട് 1 കൂട്ടിയതാണ്. 125നോട് 1 കൂട്ടി. സോ നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? 6ന്റെ ക്യൂബിനോട് 1 കൂട്ടണം. 6ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. അതിനോട് 1 കൂട്ടുമ്പോൾ 217, ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഒറ്റയാനെ കണ്ടെത്തുക. 229, 259, 39, 69. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, 259 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്, അഭാജ്യ സംഖ്യയാണ്. ഈ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് ടൈം പോകുന്നത്. ചിലപ്പോൾ ആ ഹോളിൽ നമുക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. പ്രൈം നമ്പേഴ്സ് എല്ലാം നമ്മൾ കാണാപ്പാടം പഠിക്കത്തില്ല. അപ്പൊ ഇത് പഠിച്ചു വെച്ചോക്കുക. 259 എന്ന് പറയുന്ന ഒരു പ്രൈം ആണ്. വ്യത്യസ്തമായത് എഴുതുക. ചതുരം, സമചതുരം, സാമാന്തരികം, ലംബകം. ഇതിനെയാണ് നമ്മൾ ചതുരം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സമചതുരം, 4 വശങ്ങളും തുല്യം. സാമാന്തരികം എന്ന് പറയുന്നത് ഇതിനെയാണ് സാമാന്തരികം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, എതിർവശങ്ങൾ തുല്യമാണ് അല്ലെ. എതിർവശങ്ങൾ തുല്യം, ഇവിടെയും എതിർവശം തുല്യമാണ്. ലംബകം എന്ന് പറയുന്നത് ഈ സാധനത്തിനെയാണ് നമ്മൾ ലംബകം എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്? ചതുർഭുജങ്ങളാണ് അല്ലെ, 4 വശങ്ങളുള്ളതാണ്. ഇവിടെ വ്യത്യാസമുള്ളത് ഈ ലംബകത്തിനാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിമലിന് അമലിനേക്കാൾ 8 വയസ്സ് കൂടുതലാണ്. 8 വയസ്സ് കൂടുതൽ ആരേക്കാൾ എന്നുള്ള കണ്ടീഷൻ വരത്തില്ലേ, അപ്പൊ അവരെയാണ് നമ്മൾ എക്സ് ആക്കി എടുക്കേണ്ടത്. ഇത് വിമലിന്റെ വയസ്സ് 8 വയസ്സ് കൂടുതലാണ്, അമലിനേക്കാൾ 8 വയസ്സ് കൂടുതൽ. 3 വർഷം കഴിഞ്ഞു. നമുക്ക് നോക്കാം, അമലിന്റെ വയസ്സ് എത്രയായിട്ട് മാറും? x+3 ആയിട്ട് മാറും. വിമലിന്റെ വയസ്സ് എത്രയായിട്ട് മാറും? ഇപ്പൊ x+8 ആണെങ്കിൽ അതിനോട് വീണ്ടും 3 കൂട്ടണം, അതായത് x+11 ആയിട്ട് മാറും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വിമലിന് അമലിന്റെ വയസ്സിന്റെ ഇരട്ടിയാകും. വിമലിന്റെ വയസ്സെന്ന് പറയുന്നത് അമലിന്റെ വയസ്സിന്റെ ഇരട്ടിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. x+11 എന്ന് പറയുന്നത് 2x+6 ആയിട്ട് വരും. ഇനി 11 - 6 എന്ന് പറയുന്നത് 2x ആണ്. ഇവിടെ എന്ത് വരും? 5 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? ഇവിടെ x ഇല്ലേ, -x ഉണ്ട്. 5 എന്ന് പറയുന്നത് x ആയിട്ട് വരും. ഓക്കെ, അപ്പൊ x5 ആണെങ്കിൽ നമുക്ക് നോക്കാം, അമലിന്റെ വയസ്സ് 5 ആണെങ്കിൽ വിമലിന്റെ വയസ്സ് എത്രയാകും? 13 ആകും. വിമലിന്റെ വയസ്സല്ലേ ചോദിച്ചിരിക്കുന്ന, 13 ആണ്. ഇനി അടുത്ത് നോക്കാം, 3 വർഷം കഴിയുമ്പോൾ അമലിന്റെ വയസ്സ് 8 ആകും, വിമലിന്റെ വയസ്സ് 16 ആകും. നോക്കിക്കേ, ഇത് ഇരട്ടിയായില്ലേ? വിമലിന്റെ വയസ്സ് എന്ന് പറയുന്ന അമലിന്റെ ഇരട്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ എടുത്ത് എഴുതുക. ഓരോ വയസ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യണം? ഇപ്പൊ വിമലിന്റെ വയസ്സ് 13 ആണെങ്കിൽ അമലിന്റെ വയസ്സ് എന്ന് പറയുന്നത് ഇവിടെ നേരെ തിരിക്കണം, 8 കുറക്കണം. ഇവിടെ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അങ്ങനെയും ചെയ്തു വെക്കാം. ഓക്കെ, 4 അല്ല 5 എന്ന് കിട്ടും. 0, 7, 26, 63, 124 ഈ ശ്രേണിയിലെ 6ാമത്തെ പദം എത്ര? നോക്കാം. 0 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1ന്റെ ക്യൂബിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം, 2ന്റെ ക്യൂബ് 8 ആണ്, 8ൽ നിന്ന് 1 കുറച്ചു. ഇവിടെ നോക്കിക്കേ, 3ന്റെ ക്യൂബായ 27ൽ നിന്ന് 1 കുറച്ചു. ഇവിടെ എത്രയാണ്? 4ന്റെ ക്യൂബായ 64ൽ നിന്ന് 1 കുറച്ചു. ഇവിടെ എത്ര വരും? 5ന്റെ ക്യൂബായ 125ൽ നിന്ന് 1 കുറയ്ക്കണം. സോ നെക്സ്റ്റ് എന്ത് വേണം? 6ന്റെ ക്യൂബിൽ നിന്ന് 1 കുറക്കണം. 6ന്റെ ക്യൂബ് 216 ആണ്, അതിൽ നിന്ന് 1 കുറക്കുമ്പോൾ 215 കിട്ടും. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത് എന്താണ്? അത് പ്ലസ് ചെയ്തു. 6ന്റെ ക്യൂബിനോട് 1 കൂട്ടണമെന്നായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അക്ഷരമാലാക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമത് വരുമ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എല്ലാത്തിനും എസ് ആണ്, അതങ്ങ് കട്ട് ചെയ്തു അല്ലെ. അപ്പൊ അവിടെ നമുക്ക് നോക്കാൻ പറ്റില്ല. അടുത്തത് TA ആണ്, അതും നമുക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് മൂന്നാമത്തത് T ആണ്. ഇവിടെ T കഴിഞ്ഞിട്ട് എന്താണ്? ഇവിടെ RST അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ബാക്കി എല്ലാത്തിനും T ആണ്. ഇതിലാണ് എന്ത് വന്നിരിക്കുന്നത്? R വന്നിരിക്കുന്നത്. സോ D എന്ന് പറയുന്നത് നമ്മൾ അക്ഷരമാല ക്രമത്തിൽ എഴുതുമ്പോൾ ഇതാണ് ആദ്യം എഴുതേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം.
അടുത്തത് എന്ത് വേണമെങ്കിലും വന്നോട്ടെ. അടുത്തത് ഐ ആണ് അല്ലെ, ഐ ആണ്. ഐ ഉള്ളത് 2 ഉണ്ട്, ഇ ആണ് അടുത്ത് വരുന്നത്. അപ്പൊ ഏതായിരിക്കും? ഇതായിരിക്കും അല്ലെ, ഇതല്ലേ ഐ ആണ് 2, ഇത് ഇ ആണ്. അപ്പൊ ഇതായിരിക്കും എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത് വരേണ്ടത്. അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇനിയുള്ളത് ഐ ഒ ആണോ ഐ എസ് ആണോ എന്നുള്ളത് നമുക്കറിയാം. എന്ത്? MNOPQRS. ഓ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? എസ് വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ മൂന്നാമത് വരേണ്ടത്? എ ആണ്, പിന്നെ ബി. DCAB ഇതാണ് അതിന്റെ ഫോർമാറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത് വരുന്നതാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഡിസപ്പിയറൻസ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ കഴിയാത്ത വാക്ക്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. ഇവിടെ ഓ എടുത്ത് കാണാം. ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടോ? ഓ എന്ന് പറയുന്ന ഒരു വേർഡ് അതിൻ്റെ ഉള്ളില്ല. സോ ഓപ്ഷൻ സി. കണ്ട, ഡാൻസ്, DA ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പാരഡൈസ്, ഈ വാക്കുകളെല്ലാം, ഈ അക്ഷരങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അകത്തുണ്ട്. ഈ അക്ഷരങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ എന്താണ് ഇവിടെയും ഉള്ളത്? ഈ ഓ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല. സോ ഒബ്വിയസ്ലി ആൻസർ ഏതായിരിക്കും? പേഴ്സൺ ആയിരിക്കും. എ എന്നത് പ്ലസ്, ഓക്കെ, എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവിഷൻ ആയാൽ ഇതെന്ത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ എന്ത് വരും? 36 ഡിവൈഡഡ് ബൈ, പിന്നെ എന്താന്നിരിക്കുന്നത്? ഇനി ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക അല്ലെ. ബ്രാക്കറ്റിനുള്ളിൽ എന്താന്നിരിക്കുന്നത്? 3. ബി അല്ലേ, ബി എന്നത് അവിടെ ഇൻറ്റു ആണ്. അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2. എ എന്നത് അവിടെ പ്ലസ് ആണ്, +5. അടുത്ത സി ആണ്, സി എന്നത് ഇവിടെ മൈനസ് ആണ്. 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടുത്ത എന്ത് വരും? ബി എന്നത് അവിടെ എന്താണ്? ഇൻറ്റു അല്ലേ, ഇൻറ്റു 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന റൂൾ ഉണ്ട്, ബോർഡ് മാസ് അല്ലേ. ഈ ബോർഡ് മാസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബ്രാക്കറ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, കുറേ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കണം ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും പുറമേ ഉള്ളത്, ഇത് അതിൻ്റെ ഉള്ളിൽ, ഇത് അതിൻ്റെ ഉള്ളിൽ. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ എണ്ണ എടുത്ത് എഴുതുക. 36 ഡിവൈഡഡ് ബൈ, ഈ ബ്രാക്കറ്റ് അവിടെ നിൽക്കട്ടെ, 3 ഇൻറ്റു ഇവിടെ എന്ത് വരും? 5 + 2 എന്ന് പറയുന്നത് 7 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. -3, ഈ ബ്രാക്കറ്റ് ഇവിടെ നിർത്താം, ഇൻറ്റു 2. ഇത് നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ നിൽക്കരുത്, തെറ്റിപ്പോകും. അടുത്ത നമുക്ക് നോക്കാം. 36 ഡിവൈഡഡ് ബൈ 7 × 3 21 ആണ്. ഈ ബ്രാക്കറ്റിനുള്ളിലാണ് നമുക്ക് ചെയ്യേണ്ടത്. 21ൽ നിന്ന് 3 കുറക്കണം. അപ്പൊ എത്ര വരും? 21ൽ നിന്ന് 3 കുറച്ചാൽ 18 എന്ന് കിട്ടും, ഇൻറ്റു 2. 36 ഡിവൈഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലേ. 2 × 2 എത്ര കിട്ടും? 4 കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലാസ് ടെസ്റ്റിൽ അപർണയ്ക്ക് മുന്നിൽ നിന്ന് 9ാം റാങ്ക്, പുറകിൽ നിന്ന് 28ാം റാങ്ക് ആണെങ്കിൽ ക്ലാസ്സിലാകെ എത്ര കുട്ടികൾ? ഒരേ ഒരാളുടെ മുന്നിൽ നിന്നും പുറകിൽ നിന്നും തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്നുള്ളത് ആഡ് ചെയ്യുക, റൈറ്റിൽ നിന്നുള്ളത് ആഡ് ചെയ്യുക, -1 കൊടുക്കുക. സോ ഇവിടെ എത്ര വരും? 9 + 28 - 1 37 - 1 36 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ PYQ സെക്ഷന്റെ രണ്ടാമത്തെയാണ് നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ എന്ത് ചെയ്തിരിക്കാം? ഇതിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിരിക്കാം. പറ്റുന്നവർ ബാക്കി 80 GK കൂടി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. താങ്ക്